തടസ്സം നിൽക്കലാണ് കേരളത്തിന്റെ പ്രതിപക്ഷം, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നുവരെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ കേരളത്തിലെ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ പിന്തുണച്ചിട്ടുണ്ടോ? ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ നല്ലൊരു പങ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മുതിർന്നവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടാവും. എല്ലാവരും സ്വീകരിക്കുന്നതാണത്. പക്ഷേ അതിനെ കൈക്കൂലി എന്ന് ആക്ഷേപിക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ചെയ്തത്. കൈക്കൂലി എന്ന് വിളിച്ച് ക്ഷേമ പെൻഷൻ അർഹരായ 62 ലക്ഷം മലയാളിയെ അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എല്ലാ നല്ല കാര്യങ്ങളോടും ഇതാണ് സമീപനം. വിഴിഞ്ഞം പോർട്ട്, വയനാട് തുരങ്കപാത എല്ലാറ്റിനെയും എതിർക്കുകയാണ് ചെയ്തത്. തീരദേശപാത, മലയോര ഹൈവേ എല്ലാറ്റിനെയും എതിർക്കുകയാണ് ചെയ്തത്. എതിർത്തുകൊണ്ട് സമരം ചെയ്യാൻ ശ്രമിച്ചു. 4 പേരുടെ പിന്തുണ തികച്ചു കിട്ടാതെ തുടങ്ങാൻ ഉദ്ദേശിച്ച സമരങ്ങളെല്ലാം പരിഹാസ്യമായി. അപ്പോ സമരം നിർത്തി, പകരം കോടതിയിൽ പോയി എല്ലാറ്റിനുമെതിരെ കേസ് കൊടുക്കുക. കോവിഡിന്റെ കാലത്ത് മനുഷ്യജീവൻ സംരക്ഷിക്കാൻ സർക്കാർ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച സ്പ്രിംഗ്ലറിനെതിരായി കോടതിയെ സമീപിച്ചു. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ AI ക്യാമറകൾ സ്ഥാപിച്ചപ്പോ അതിനെതിരെ കോടതിയെ സമീപിച്ചു. ലോകത്തിലാദ്യമായി ഇന്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കാൻ സൗജന്യ നിരക്കിൽ ഇന്റർനെറ്റ് നൽകാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി K-Phone, അതിനെതിരായി കോടതിയെ സമീപിച്ചു. എല്ലാ കേസിലും തോറ്റു. പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോവുക എന്ന് പറഞ്ഞാൽ തോൽക്കാനായി പോവുക എന്നായി അർത്ഥം. അവസാനം കോടതി തന്നെ സഹികെട്ട് ഈ ശല്യക്കാരനായ വ്യവഹാരിയെ ഇനിമേൽ ഈ വഴിക്ക് വരരുത് എന്ന് കർശനമായി പറയേണ്ടി വന്നു. അന്ന് കോടതി പറഞ്ഞ വാക്ക് ആത്മാഭിമാനത്തിന്റെ കണികയെങ്കിലുമുള്ള ഒരാൾക്ക് സഹിക്കാനാവാത്തതാണ്. കോടതി ചോദിച്ചു, നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അതാണ് ചോദിച്ചത്. പബ്ലിക് ഇൻട്രസ്റ്റ് ഹർജി, പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചപ്പോ കോടതി ചോദിക്കുന്നു, ഇതിലെവിടെ പൊതു താല്പര്യം? ഇത് പൊതു താല്പര്യമല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ ആളാവാൻ നോക്കുന്നതാണ് എന്ന് മലയാളം. നിങ്ങൾ പ്രശസ്തി നേടാൻ, ആളറിയാൻ, വാർത്തയിൽ ഇടം പിടിക്കാൻ, അതിനുവേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതെടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അല്പമെങ്കിലും മാനാഭിമാനമുള്ള ഒരാളാണെങ്കിൽ കോടതിയുടെ ഈ പരാമർശം താങ്ങില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിന് അത് ബാധകമല്ലാത്തത് കൊണ്ട് ആ പ്രശ്നം തോന്നിയിട്ടുമില്ല. അദ്ദേഹം ഇപ്പോ വ്യാപകമായ നുണപ്രചാര വേല കെട്ടഴിച്ചു വിട്ടുകൊണ്ട് ഒരു ജാഥ നടത്തുകയാണ്. മലയാളിയെ പറ്റിക്കാൻ പച്ചക്കള്ളം ആവർത്തിച്ചു പറഞ്ഞ് കേരളത്തിലെ മഹത്തായ നേട്ടങ്ങളെല്ലാം ചർച്ച ചെയ്യാതിരിക്കാൻ വിവാദങ്ങൾ, വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുമായി ചേർന്ന് വിവാദങ്ങൾ ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണ്. ഒന്നേ പറയാനുള്ളൂ, ഇവിടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു മുന്നണിക്ക് രാഷ്ട്രീയാധികാരം കിട്ടുക, ആരെങ്കിലും കുറച്ചുപേർ മന്ത്രിമാരാവുക, ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാവുക എന്നതൊന്നുമല്ല പ്രസക്തം. പിന്നെയോ ഈ നാടാർജിച്ച പുരോഗതി, നമ്മുടെ നാടിന്റെ വ്യാവസായിക അഭിവൃദ്ധി, ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ നേട്ടം, അതിദാരിദ്ര്യം തുടച്ചു നീക്കിയത്, പവർ കട്ട് ഇല്ലാതാക്കിയത്, റോഡുകൾ ലോകോത്തരമാക്കിയത്, ആശുപത്രികളും സ്കൂളുകളും ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നത്, ഇതൊന്നും നിന്നു പോകരുത്, നിലച്ചു പോകരുത്, കേരളം തകരരുത്. അതാണ് പ്രശ്നം. ഈ വികസന യാത്ര പാതി വഴിയിൽ മുടങ്ങിപ്പോകരുത്. കേരളം ഇനിയും അഭിവൃദ്ധി നേടണം. നമ്മുടെ നാട് ഏറ്റവും അഭിമാനകരമായ, എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി വളരണം. അതാണ് ആഗ്രഹം. അതിന്റെ തടസ്സം പ്രതിപക്ഷമാണ്. എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുന്ന, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന, വ്യാജ പ്രചരണം നടത്തുന്ന, നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയാധികാരം തിരിച്ചുപിടിക്കാൻ ഏത് ഹീനമാർഗവും അവലംബിക്കുന്ന ജനവിരുദ്ധരായി, കേരളത്തിന്റെ ശത്രുക്കളായി ഈ കൂട്ടർ മാറിയിരിക്കുകയാണ്. ഇപ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ പഠിക്കാറുണ്ട്, ആസാമിന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയാണ്. അത് കരകവിഞ്ഞൊഴുകുമ്പോൾ ജനങ്ങളുടെ ജീവിതമാകെ
പ്രതിസന്ധിയിലാവും. ആസാമിന്റെ ശാപം എന്നും പറയും. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില നദികളെയും, ജപ്പാനിലാണെങ്കിൽ ഭൂകമ്പം, ജപ്പാന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഭൂകമ്പമാണ്. ചൈനയുടെ ശാപം എന്ന് പറഞ്ഞാൽ ഹ്വാങ് ഹോ നദിയാണ്. അമേരിക്കയുടെ ശാപം മിസിസിപ്പി നദിയാണ്. ഇതൊക്കെ ഇങ്ങനെ അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ്. കേരളത്തിന്റെ ശാപമേത് എന്ന് വല്ല PSC പരീക്ഷയ്ക്കും ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേരളത്തിന്റെ പ്രതിപക്ഷം, കോൺഗ്രസ്, UDF എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുക. അവർക്ക് അധികാരത്തിലെത്താൻ, അഴിമതി നടത്താൻ, ഈ നാടിനെ തകർക്കാൻ, ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി തെറ്റിദ്ധാരണാജനകമായ വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിടുക, പുകമറകൾ സൃഷ്ടിക്കുക. അത് മലയാളിക്കെതിരായ ഒരു നീക്കമാണ്. നമുക്ക് ഈ കേരളത്തിന്റെ ശാപത്തെ തുടച്ചു നീക്കണം. BJP ഒട്ടും പുറകിലല്ല. BJP ഇപ്പോ മലയാളിയുടെ മേലൊരു ഭീഷണിയായി വന്നിട്ടില്ല എന്നേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവിന്റെ അതേ പാതയിൽ യാത്ര ചെയ്യാൻ ശ്രമിച്ചതാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഇന്ന് ഇപ്പോ പുറത്തു വന്ന കോടതി വിധി സംബന്ധിച്ചൊരു വാർത്ത ഞാൻ കണ്ടു. കോടതി അദ്ദേഹം കൊടുത്ത ഹർജി വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല, BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് 40,000 ഇന്ത്യൻ ഉറുപ്പ്യ പിഴയടയ്ക്കാൻ കോടതി വിധിക്കുകയും ചെയ്തു എന്നാണ് ഇന്നിപ്പോ ലഭിക്കുന്ന വാർത്ത. 40,000 ഉറുപ്പ്യ പിഴയടച്ചു. അനാവശ്യ വ്യവഹാരം, കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കി കളയാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് എന്ന് കോടതി കണ്ടെത്തി. അപ്പോ കോടതിയിൽ നാണം കെട്ട് നിൽക്കുന്നവരാണ് പ്രതിപക്ഷ നേതാവും BJPയുടെ സംസ്ഥാന പ്രസിഡന്റും. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്: മതനിരപേക്ഷ കേരളത്തിന്റെ അടിത്തറ ഇളക്കണം, ഇടതുപക്ഷത്തെ തോൽപ്പിക്കണം, കേരളത്തെ ശിഥിലമാക്കണം, തകർക്കണം. അതാണ് നാടിന്റെ ശത്രുക്കളാണ്. നാടിന്റെ ശത്രുക്കൾക്കെതിരെ നാടാകെ കൈകോർക്കണം, ഒരുമിക്കണം. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ വ്യാവസായിക പുരോഗതി, ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ അഭിവൃദ്ധി, അതെല്ലാം തുടർന്നു പോകാൻ, കേരളം തകരാതിരിക്കാൻ, പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കാൻ, ബാക്കിയുള്ളവർക്കു കൂടി വീട് കിട്ടാൻ, നമ്മുടെ ആശുപത്രികളും സ്കൂളുകളും കൂടുതൽ മെച്ചപ്പെടാൻ, റോഡുകൾ ഇപ്പോഴത്തേതുപോലെ ഉന്നത നിലവാരത്തിൽ തുടരാൻ, ഇനിയും ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ ഒക്കെ ഇടതുപക്ഷം ശക്തിപ്പെടണം. അതിന് ഇനിയുള്ള ദിവസങ്ങൾ, മണിക്കൂറുകൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗം ആളുകളെയും കേരളത്തിന്റെ നാളെയെ കരുതി നമ്മുടെ നാട് തകർന്നു പോകാതിരിക്കാൻ ഇടതുപക്ഷത്തിന്റെ കൊടിക്കീഴിൽ അണിനിരത്തണം. ഇപ്പൊ കേരളത്തിലുണ്ടായ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനം ഇവിടെ അരുവിക്കരയിലുണ്ട്. അരുവിക്കരയ്ക്കൊരു മോചനം കിട്ടിയത് എന്നാണ്? 5 കൊല്ലമായിട്ടേ ഉള്ളൂ അരുവിക്കരയ്ക്കൊരു മോചനം കിട്ടിയിട്ട്. നീണ്ട കാലത്തെ പിന്നാക്കാവസ്ഥ അതിജീവിച്ച് ഞങ്ങളും കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങളെ പോലെ വികസനത്തിന് അർഹതയുള്ളവരാണ് എന്ന് അരുവിക്കരക്കാർക്ക് തോന്നി തുടങ്ങിയിട്ട് 5 കൊല്ലമായിട്ടേ ഉള്ളൂ. നമ്മുടെ നാട് മാറി തുടങ്ങിയിട്ട്. ആ മാറ്റങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത നേതാവാണ് സ്റ്റീഫൻ. സ്റ്റീഫൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ഇവിടെ തുടക്കം കുറിച്ച ഒരു പുതിയ മാറ്റം, ആ മാറ്റവും പാതി വഴിയിൽ നിന്നു പോകരുത്. നമ്മുടെ നാട് അഭിവൃദ്ധി നേടണം. കേരളത്തിന്റെ പൊതുവികസനം അരുവിക്കരയിലും അനുഭവവേദ്യമാവണം. നമ്മുടെ നാട് ലോകോത്തരമായി വളരുമ്പോഴാണ് അതിന്റെ ഗുണം എല്ലാവർക്കും അനുഭവിക്കാനാവുക. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുന്നു. പറഞ്ഞു വന്നത്, നമ്മുടെ നാടിന്റെ ഭാവിയെ കരുതി, കേരളത്തിന്റെ ഭാവിയെ കരുതി ഇടതുപക്ഷത്തിലാണ് നാട് വിശ്വാസമർപ്പിക്കുന്നത്, വിശ്വാസമർപ്പിക്കാൻ കഴിയുക. നേടിയ നേട്ടങ്ങൾ സംരക്ഷിക്കാനും പുതിയവ നേടിയെടുക്കാനും കൂടുതൽ ഉയരങ്ങൾ താണ്ടാനും ഇടതുപക്ഷത്തിന്റെ കൊടിക്കീഴിലേക്ക് നാട്ടിലെല്ലാവരെയും അണിനിരത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് കൈകോർക്കാം എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.